ചങ്കുതന്നെന്നെ സ്നേഹിച്ചവനെ അങ്ങേയ്ക്കായി ഞാൻ ദാഹിച്ചിടുന്നു. ചങ്കുടണയ്ക്കാൻ അണയും പ്രിയനെ അങ്ങേയ്ക്കായി ഞാൻ ദാഹിച്ചിടുന്നു. ഈ നോമ്പുകാലത്തിൽ റെഡ്സ് മീഡിയ ഒരുക്കുന്ന ക്രൂശിത വഴിയിലെ സഞ്ചാരികൾ എന്ന ആത്മീയ വിരുന്നിലേക്ക് എവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുക. ഇന്നത്തെ ദിവസം നാം ചിന്തിക്കുക ഹെറോദേസിൻ്റെ ജീവിത മനോഭാവത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഹെറോദേസ് ഈശോയെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് അവൻ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു. പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഇസ്രായേൽ കണ്ട ക്രൂരനായ ഭരണാധികാരികളിൽ ഒരുവനായിരുന്നു ഹെറോദേസ് അഥവാ ഹെറോദ് ദി ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ ഒരുവനായ ഹെറോദേസ് ആണ് പീഡാനുഭവ യാത്രയിൽ വിരാജിക്കുന്ന ഗലീലി രാജാവ്. കുരിശിൻ്റെ വഴിയിലെ എതിർസാക്ഷ്യങ്ങളിൽ ഹെറോദേസ് ഇടം പിടിച്ചിട്ടുണ്ട്. ക്രിസ്തു തൻ്റെ പീഡാനുഭവ രാത്രിയിൽ ചെന്നെത്തുന്ന 3ാമത്തെ കോടതിയാണ് ഹെറോദേസിൻ്റെ കോടതി. ഇദ്ദേഹം ഈശോയെ കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതവൻ ഈശോയെ മനസ്സിലാക്കിയ രീതി കൊണ്ടാണ്. ഹെറോദേസിനെ സംബന്ധിച്ചിടത്തോളം ഈശോ ഒരത്ഭുത പ്രവർത്തകനാണ്, ഒരു ജാലവിദ്യക്കാരനാണ്. ഈശോയെ കണ്ട് അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ഒന്ന് എൻ്റർടൈൻ ചെയ്യപ്പെടണം എന്ന അതിയായ ആഗ്രഹം ഹെറോദേസിനുണ്ട്. യോഹന്നാനെ ശിരച്ഛേദനം ചെയ്ത് വധിച്ചതിന് ശേഷം സ്നാപകൻ വീണ്ടും ജനിച്ചു എന്ന് കരുതി അവനെ ഒന്നുകൂടെ കാണാൻ ആഗ്രഹിച്ചതുകൊണ്ടുമാണ് ഈശോയെ കാണാനുള്ള ആകാംക്ഷ ഹെറോദേസിലുണ്ടാകുന്നത്. ഹെറോദേസിൻ്റെ അരമനയിൽ ഈശോ ഹെറോദേസ് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നില്ല. അതേസമയം നിയമജ്ഞരും ഫരിസേയരും അവന് ചുറ്റും കൂടി നിന്ന് ഈശോയെ കുറ്റമാരോപിക്കുന്നുണ്ട്. തൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് കാണുന്ന ഹെറോദേസ് ഈശോയെ അപമാനിച്ച് തിരിച്ചയക്കുന്നു. ഹെറോദേസിനെ എതിർസാക്ഷ്യമാക്കി മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. തെറ്റാണ് താൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാത്ത ഒരാളാണ് ഇദ്ദേഹം. സ്നാപകൻ തന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നറിഞ്ഞിട്ടും അവനിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറാകാത്ത വ്യക്തിയായിരുന്നു ഹെറോദേസ്. ശരിയെന്തെന്നറിഞ്ഞിട്ടും സ്വന്തം സുഖത്തിനും ഇഷ്ടത്തിനും മുൻതൂക്കം നൽകി തെറ്റിനെ തിരുത്താൻ തയ്യാറാകാത്ത ഒരു വ്യക്തി സ്വഭാവം എന്നിലുണ്ടെങ്കിൽ ഞാനും ഹെറോദേസിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല. ഹെറോദേസ് ഈശോയെ ഒരു മാന്ത്രിക ജാലക്കാരനെ പോലെ കണ്ട് തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോയെ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ അത് നടപ്പാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനെ പരിഹസിച്ച് പറഞ്ഞയക്കുന്നു. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ സാധ്യമാക്കാൻ പിടിവാശി പിടിച്ചു നിൽക്കുന്ന നാം അത് നടക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെയും
വിശ്വാസത്തെയും കളിയാക്കി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നാം ഹെറോദേസ് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. പീഠാനുഭവ യാത്രയിൽ നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അധികാരമോഹത്തോടെ സ്വന്തം താല്പര്യ സമ്പാദ്യത്തിലൂടെ തിരുത്തലുകളില്ലാതെ കടന്നുപോകുന്ന വ്യക്തിയായി ഹെറോദേസ് മാറുന്നുണ്ട്. അനേകം ജീവിത സാക്ഷ്യങ്ങളെ കണ്ടുമുട്ടുന്നതിനിടയിൽ ഒരിക്കലും അനുകരിക്കാനൊന്നുമില്ലാത്ത, ദൈവേഷ്ടത്തിന് തുറവിയില്ലാത്ത ഒരു വ്യക്തിയായി ഹെറോദേസ് ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വന്തം സന്തോഷവും മാത്രം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെറോദേസ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ സന്തോഷങ്ങൾ ക്രിസ്തുവിൻ്റെ സന്തോഷങ്ങളായി മാറുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിലനിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ പീഠാനുഭവ യാത്രയിൽ കർത്താവേ, നിന്റെ സന്തോഷം എൻ്റെ സന്തോഷമാക്കി മാറ്റാൻ അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ സന്തോഷം എന്നിൽ വസിപ്പാൻ, എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ, നിൻ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കുവാൻ, സ്നേഹിക്കാൻ കൽപ്പന നൽകി നീ സ്നേഹസാഗരമാം യേശുവേ, ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. സ്നേഹസാഗരമാം യേശുവേ, ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. ചങ്കു തന്നെന്നെ സ്നേഹിച്ചവനെ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിച്ചിടുന്നു. ചങ്കോടണയ്ക്കാൻ അണയൂ പ്രിയനെ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിച്ചിടുന്നു. സ്നേഹസാഗരമാ യേശുവേ, ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. സ്നേഹസാഗരമാ യേശുവേ, ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. തൻ്റെ ചങ്ക് തന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ പ്രതീക്ഷകളെ സമർപ്പിക്കാം. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ ഒരു തുള്ളിയായി ഇടം പിടിക്കുവാൻ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ സന്തോഷങ്ങളെ നിന്റെ സന്തോഷത്തോട് ചേർത്ത് വെച്ച് നിൽക്കുവാൻ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച കരങ്ങൾ കൂപ്പി അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.